ഹായ് ഓൾ, വെൽക്കം ടു മൈ യൂട്യൂബ് ചാനൽ PSC സൊല്യൂഷൻസ്. അപ്പൊ ഇന്നും നമ്മൾ 100 മാർക്കിന്റെ ഒരു ഫുൾ മോക്കാണ് ചെയ്യാൻ പോകുന്നത്. ഇനി നമുക്ക് LDCയുടെ തിരുവനന്തപുരത്തിനും അതുപോലെ തന്നെ ഗാന്ധി ബോർഡ് LDCയുടെ മെയിൻസിനും ഇനി നമ്മുടെ മുമ്പിൽ വളരെ കുറച്ച് ദിവസങ്ങളാണുള്ളൂ. അപ്പൊ ഇനിയുള്ള ദിവസങ്ങൾ നന്നായിട്ട് പ്രാക്ടീസ് ചെയ്യുക. ഞാൻ എൻ്റെ ചാനലിൽ കൊടുത്തിട്ടുണ്ട്. ഇനിയുള്ള ദിവസങ്ങളിൽ ഏതൊക്കെ ടോപ്പിക് നമുക്ക് ഫോക്കസ് ചെയ്യാനൊരു വീഡിയോ ചെയ്തിട്ടുണ്ട്. ഉറപ്പായിട്ട് നിങ്ങൾ ആ വീഡിയോ കാണുക. അതിൽ നിന്ന് ഒരുപാട് ക്വസ്റ്റ്യൻസ് ഈ പ്രാവശ്യം എക്സാമിനൊക്കെ ആ ഒരു ടോപ്പിക്കിൽ നിന്ന് റിപ്പീറ്റ് ചെയ്യുന്നുണ്ട്. 2024 2023 ക്വസ്റ്റ്യൻ പേപ്പേഴ്സ് അനലൈസ് ചെയ്താണ് ടോപ്പിക്സ് ഇട്ടിരിക്കുന്നത്. ഓക്കെ, നമുക്ക് നമ്മുടെ മോക്ക് ടെസ്റ്റിലേക്ക് കിടക്കാം. ഫസ്റ്റ് ക്വസ്റ്റ്യനിലേക്കാണ് പോകുന്നത്. ഇതിപ്പോ പ്രൊവിഷണൽ ആൻസർ കീ ആയിട്ട് ഇപ്പൊ PSC ഏറ്റവും ലേറ്റസ്റ്റ് ആയിട്ട് നടത്തിയ നമ്മുടെ CPO എക്സാമിന്റെ പോലീസ് കോൺസ്റ്റബിൾ ട്രെയിനി അതിന്റെ ക്വസ്റ്റ്യൻ പേപ്പർ ആണ് ഇത്. പ്രൊവിഷണൽ ആൻസർ കീ ആണ് വന്നിരിക്കുന്നത്. എന്തെങ്കിലും മാറ്റം ഉണ്ടെങ്കിൽ ഞാനത് പിൻ ചെയ്തേക്കാം. ഓക്കെ, നമുക്ക് ഫസ്റ്റ് ക്വസ്റ്റ്യനിലേക്ക് കടക്കാം. താഴെ കൊടുത്തിരിക്കുന്ന പ്രസ്താവനകളിൽ ബ്രിട്ടീഷ് ഇന്ത്യയിൽ നടപ്പിലാക്കിയ സൈനിക സഹായ വ്യവസ്ഥയെ സംബന്ധിക്കുന്ന ശരിയായ പ്രസ്താവന ഏവ? ഉത്തരം ഓപ്ഷൻ ബി ആണ്. 2ഉം 4ഉമാണ് ശരിയായ പ്രസ്താവന. സൈനിക സഹായ വ്യവസ്ഥയിൽ ചേരുന്ന നാട്ടുരാജാവ് ഇംഗ്ലീഷ് ഈസ്റ്റ് ഇന്ത്യ കമ്പനിയുടെ ഒരു സ്ഥിരം സൈന്യത്തെ നിലനിർത്തണം. സൈനിക സഹായ വ്യവസ്ഥയിൽ ചേരുന്ന നാട്ടുരാജ്യം ഒരു ബ്രിട്ടീഷ് റെസിഡന്റിനെ തലസ്ഥാനത്ത് നിർത്തണം. 2, താഴെ കൊടുത്തിരിക്കുന്ന പ്രസ്താവന രണ്ടാം ലോക മഹായുദ്ധത്തിൽ സഖ്യത്തിൽ ഉൾപ്പെടാത്തവയാണ്. ഉത്തരം ഓപ്ഷൻ സി ആണ്. 1ഉം 3ഉമാണ്. ജപ്പാൻ, ജർമ്മനി. 1ഉം 3ഉമാണ് ജപ്പാൻ, ജർമ്മനി. ഞാൻ ടോപ്പിക്സിനകത്ത് പറഞ്ഞിട്ടുണ്ട് ലോകമഹായുദ്ധങ്ങൾ, പ്രത്യേകിച്ചും രണ്ടാം ലോകമഹായുദ്ധം നമ്മൾ ഇനി ഫോക്കസ് ചെയ്യേണ്ട ടോപ്പിക് അതിനകത്ത് കൊടുത്തിട്ടുണ്ട്. ഓക്കെ, 3, താഴെ കൊടുത്തിരിക്കുന്ന വിവരണങ്ങളിൽ നിസ്സഹരണ പ്രസ്ഥാനത്തിന്റെ ഭാഗമായി ഇന്ത്യയിൽ ആരംഭിച്ച ദേശീയ വിദ്യാഭ്യാസ സ്ഥാപനങ്ങളിൽ ഉൾപ്പെടാത്തവ ഏവ? ഉത്തരം ഓപ്ഷൻ ഡി ആണ്. 3ഉം 4ഉം. ഡൽഹി സർവകലാശാല, ശാന്തി നികേതൻ. ഇതും അതിനകത്ത് പറഞ്ഞിരിക്കുന്നതാണ്. നിസ്സഹരണ പ്രസ്ഥാനം ആ കാലത്ത് വന്നിരിക്കുന്ന വിദ്യാഭ്യാസ സ്ഥാപനങ്ങളും അതുപോലെ തന്നെ വിദ്യാഭ്യാസ കമ്മീഷൻസും ഷുവറായിട്ടും പഠിച്ചിരിക്കണം. താഴെ കൊടുത്തിരിക്കുന്ന വിവരങ്ങളിൽ തമിഴ് സംഘകാലഘട്ടത്തിലെ രാജവംശങ്ങൾ ഉൾപ്പെടാത്തവ ഏവ? ഉത്തരം ഓപ്ഷൻ സി ആണ്. 2ഉം 3ഉമാണ്. 2ഉം 3ഉം. മൂഷക രാജവംശം, ആയി രാജവംശം. 5, താഴെ കൊടുത്തിരുന്ന പ്രസ്താവനയിൽ റഷ്യൻ വിപ്ലവത്തിൽ ഉൾപ്പെടാതിരുന്ന പ്രസ്ഥാനങ്ങൾ ഏവ? ഉത്തരം ഓപ്ഷൻ എ ആണ്. 1ഉം 3ഉമാണ്. കുമിങ്താങ് പാർട്ടി, ഫലാങ് പാർട്ടി. റഷ്യൻ വിപ്ലവം ആ ടോപ്പിക്കിനകത്ത് ഞാൻ പറഞ്ഞിട്ടുണ്ട്, ഇമ്പോർട്ടന്റ് ആണ്. 6ാമത്തെ ക്വസ്റ്റ്യൻ, താഴെ കൊടുത്തിരിക്കുന്ന പ്രസ്താവനയിൽ സൗരയൂഥത്തിൽ ആദ്യത്തെ 2 ഗ്രഹങ്ങളിൽ ഉൾപ്പെടുന്നവ ഏവ? ഉത്തരം ഓപ്ഷൻ ഡി ആണ്. 1ഉം 4ഉം. ബുധൻ, ശുക്രൻ. 7, അഗ്നിപർവ്വതങ്ങളിലൂടെ ബഹിർഗമിക്കുന്ന ശിലാദ്രവത്തിന്റെ പ്രഭവ മണ്ഡലമാണ്. ഉത്തരം ഓപ്ഷൻ സി ആണ്. അസ്തനോസ്ഫിയർ. ഈ അസ്തനോസ്ഫിയർ നമ്മുടെ ഓരോ അന്തരീക്ഷ പാളികളൊക്കെ ഉണ്ട്. അതുപോലെ തന്നെ ശിലകൾ ഇമ്പോർട്ടന്റ് ആണ്. അതൊക്കെ എക്സാമിന് ചോദിക്കുന്ന കേട്ടോ, നമ്മളത് ഫോക്കസ് ചെയ്യണം. 8, താഴെ നൽകിയിട്ടുള്ളതിൽ മീസോസ്ഫിയറിന്റെ സവിശേഷതകൾ ഏതൊക്കെ? കണ്ടോ, മീസോസ്ഫിയർ, സ്ട്രാറ്റോസ്ഫിയർ, ഇങ്ങനെയുള്ള തെർമോസ്ഫിയർ, അന്തരീക്ഷ പാളികൾ ഞാൻ ആ ടോപ്പിക്കിനകത്ത് ഇൻക്ലൂഡ് ചെയ്തിട്ടുണ്ട്. ഉറപ്പായിട്ടും പഠിക്കണം. SCERT ഡീറ്റെയിൽ ആയിട്ട് തന്നെ കിടക്കുന്നുണ്ട്. ഉത്തരം എ ആണ്. 1ഉം 4ഉമാണ്. വൈദ്യുതി ചാർജുള്ള അയോൺ കണികകളുടെ സാന്നിധ്യമുള്ള പാളിയാണിത്. ഭൂമിയിൽ നിന്നും അയക്കുന്ന റേഡിയോ തരംഗങ്ങളെ പ്രതിഫലിപ്പിച്ച് ഭൂമിയിലേക്ക് തന്നെ തിരിച്ചയക്കുന്നത് ഈ പാളിയാണ്. ഷുവറായിട്ടും അതിന്റെ പ്രത്യേകതകളും എന്തോരം ഹൈറ്റിലാണ് അവർ നിൽക്കുന്നതെന്നൊക്കെ ഉറപ്പായിട്ടും പഠിച്ചിരിക്കണം. അവിടെ ഞാൻ ടോപ്പിക്സിനകത്തും പറഞ്ഞിട്ടുണ്ട്. 9, കാരക്കോറം, സസ്കർ, പീർപഞ്ചൽ എന്നീ പർവ്വത നിരകൾ ഉൾപ്പെടുന്ന ഹിമാലയം ഏതാണ്? ഉത്തരം ഓപ്ഷൻ എ ആണ്. കാശ്മീർ ഹിമാലയം. 10, അറബിക്ക, റോബസ്റ്റ, ലിബറിക്ക എന്നീ 3നും ഏതുമായിട്ട് ബന്ധപ്പെട്ടതാണ്? ഉത്തരം ഓപ്ഷൻ സി ആണ്. കാപ്പി. 11, ചാലിയാർ നദി ഉത്ഭവിക്കുന്നത് എവിടെ നിന്നാണ്? ഉത്തരം ഓപ്ഷൻ ഡി ആണ്. ഇളമ്പാരി മല. നദികളെ ഇമ്പോർട്ടന്റ് ആണ്. ഇത് നമ്മുടെ ഇന്ത്യൻ ഭൂപ്രകൃതിയുമായിട്ട് ബന്ധപ്പെട്ട ക്വസ്റ്റ്യൻ ആണ്. നമ്മുടെ ഇന്ത്യയിലെ ക്രോപ്സ് അതുമായിട്ട് ബന്ധപ്പെട്ട ക്വസ്റ്റ്യൻ ആണ്. ഇതെല്ലാം ഞാൻ ടോപ്പിക്സിനകത്ത് പറഞ്ഞിട്ടുണ്ട്. അപ്പൊ PSC ഈ 24ലും ആ ഒരു ടോപ്പിക്സിന് തന്നെയാണ് ക്വസ്റ്റ്യൻസ് ചോദിക്കുന്നത്. 12, ചന്ദ്രനിലെ ശിവശക്തി പോയിന്റ് ഏത് 2 ഗർത്തത്തിന് ഇടയിലാണ് സ്ഥിതി ചെയ്യുന്നത്? ഉത്തരം ഓപ്ഷൻ ബി ആണ്. മാൻസിനസ് സി, സിംപെലിയസ് എൻ. ഇതുണ്ടല്ലോ, ചന്ദ്രയാൻ 3 വളരെ ഇമ്പോർട്ടന്റ് ആട്ടോ. ഒരുപാട് ക്വസ്റ്റ്യൻ പേപ്പേഴ്സിൽ ചന്ദ്രയാൻ 3 ഉണ്ട്. ചന്ദ്രയാൻ 3ഉം 2ഉം 1ഉം അതിന്റെ പ്രൊജക്റ്റ് ആയിട്ട്
ഡയറക്ടേഴ്സ് ആരൊക്കെയാണ്? അതുപോലെ തന്നെ ചന്ദ്രയാൻ 3 ബന്ധപ്പെട്ട് ഒരുപാട് ക്വസ്റ്റ്യൻസ് ഉണ്ട്. ഞാൻ ടോപ്പിക്കിൽ പറഞ്ഞതാണ്, ഉറപ്പായിട്ട് നിങ്ങളും പഠിച്ചിരിക്കണം. പ്ലാനിംഗ് കമ്മീഷന്റെ പുതിയ പേരെന്താണ്? ഉത്തരം ഓപ്ഷൻ ഡി നീതി ആയോഗ്. ഹരിത വിപ്ലവത്തിന്റെ പിതാവ് എന്ന് അറിയപ്പെടുന്നത്? ഉത്തരം ഓപ്ഷൻ ഡി MS സ്വാമിനാഥൻ. ഹരിത വിപ്ലവം MS സ്വാമിനാഥനും ഉറപ്പായിട്ടും പഠിച്ചിരിക്കണം, കാരണം അദ്ദേഹം മരിച്ചു പോയിട്ട് അധികം നാൾ ആയിട്ടില്ല. ഗ്രാമവികസനത്തിന് ഗ്രാമീണ വായ്പ നൽകുന്ന പ്രധാനപ്പെട്ട ധനകാര്യ സ്ഥാപനം? ഉത്തരം ഓപ്ഷൻ ഡി നബാർഡ്. നബാർഡും വളരെ ഇമ്പോർട്ടന്റ് ആണ്, ഞാൻ ടോപ്പിക്സിനകത്ത് പറഞ്ഞിട്ടുണ്ട്. 16 സാധനങ്ങളുടെ വില തുടർച്ചയായി വർദ്ധിക്കുന്ന പ്രതിഭാസത്തിന് പറയുന്ന പേരെന്താണ്? ഉത്തരം ഓപ്ഷൻ സി പണപ്പെരുപ്പം. 17 സാമ്പത്തിക വളർച്ച അളക്കുന്ന പ്രധാന അളവുകൾ ഏതാണ്? ഉത്തരം ഓപ്ഷൻ ബി ആണ് ഗ്രോസ് ഡൊമസ്റ്റിക് പ്രൊഡക്റ്റ്. 18 2024-25 യൂണിയൻ ബഡ്ജറ്റ് പാർലമെന്റിൽ അവതരിപ്പിച്ചത് ആരാണ്? ഉത്തരം ഓപ്ഷൻ ബി നിർമ്മല സീതാരാമൻ. ബജറ്റ് വളരെ ഇമ്പോർട്ടന്റ് ആണ്. താഴെ പറയുന്ന പ്രസ്താവനകൾ ശരിയോ തെറ്റോ എന്ന് പരിശോധിക്കുക. ഉത്തരം ഓപ്ഷൻ ബി ആണ്. ബിയും സിയും ശരിയാണ്. മൗലിക അവകാശങ്ങളുടെ പട്ടികയിൽ നിന്ന് സ്വത്തവകാശം നീക്കം ചെയ്ത് 44ാം ഭരണഘടനാ ഭേദഗതിയിലൂടെയാണ്. 42ാം ഭേദഗതി സമയത്ത് ഇന്ത്യയുടെ പ്രധാനമന്ത്രി ശ്രീമതി ഇന്ദിരാഗാന്ധിയും രാഷ്ട്രപതി ശ്രീ നീലം സഞ്ജീവ റെഡ്ഡിയും ആയിരുന്നു. താഴെ തന്നിരിക്കുന്ന പ്രസ്താവന സാധൂകരിക്കുക. ഉത്തരം ഓപ്ഷൻ ബി ആണ്. A, B, D തെറ്റ്. എയും ബിയും ഡിയും തെറ്റാണ്. 21 താഴെ പറയുന്ന പേരുകളിൽ സ്വതന്ത്ര ലേബർ പാർട്ടി രൂപീകരിച്ചത് ആരെന്ന് കണ്ടെത്തുക. ഉത്തരം ഓപ്ഷൻ സി ആണ്. ഡോക്ടർ BR അംബേദ്കർ. 22 ഇന്ത്യൻ ഭരണഘടനയിൽ ഏത് ഭാഗത്താണ് പഞ്ചായത്ത് രാജ് സംവിധാനങ്ങളെ കുറിച്ച് പ്രതിപാദിക്കുന്നത്? ഉത്തരം ഓപ്ഷൻ സി ആണ്. നിർദ്ദേശക തത്വങ്ങൾ. പഞ്ചായത്ത് രാജ് വളരെ ഇമ്പോർട്ടന്റ് ടോപ്പിക് ആട്ടോ, ഉറപ്പായിട്ടും പഠിച്ചിരിക്കണം. അടുത്തത് 23 ദേ കണ്ടോ. അതായത് നോക്കിക്കേ, ഇത് ഞാൻ ഇന്നലെ ക്ലാസ് ചെയ്തിട്ടുണ്ടായിരുന്നു. നമ്മുടെ ഭരണഘടന കോൺസ്റ്റിറ്റ്യൂഷൻ ഫോം ചെയ്യാൻ വേണ്ടി കടമെടുത്ത ആശയങ്ങൾ, നമ്മൾ ഏതൊക്കെ രാജ്യത്തിൽ നിന്ന് ഏതൊക്കെ ആശയങ്ങൾ കടമെടുത്തു, ഉറപ്പായിട്ടും പഠിച്ചിരിക്കണം. എക്സാംസിൽ ചോദിക്കുന്നുണ്ട്. 23ന്റെ ഉത്തരം ഓപ്ഷൻ ഡി ആണ്. ഓപ്ഷൻ ഡി. കേന്ദ്ര സംസ്ഥാന ബന്ധങ്ങളെ കുറിച്ച് പ്രതിപാദിക്കുന്ന കമ്മീഷൻ ഏതെന്ന് കണ്ടെത്തുക. ഉത്തരം ഓപ്ഷൻ ബി ആണ്. സർക്കാരിയ കമ്മീഷൻ. 25 ബുദ്ധിസ്ഥിരതയുള്ള പുരുഷന്മാർക്കും സ്ത്രീകൾക്കും ഈ ആശയം സാങ്കല്പികമാണെന്ന് തോന്നാം, എന്നാൽ ഈ ആദർശത്തിന് മാത്രമേ ആത്മാവിന്റെ വിശപ്പടക്കാൻ കഴിയൂ. ഇത് ആരുടെ വാക്കുകൾ? ഉത്തരം ഓപ്ഷൻ സി ആണ്. സുഭാഷ് ചന്ദ്രബോസ്. 26 ചുവടെ കൊടുത്തിരിക്കുന്ന ഗ്രന്ഥങ്ങളുടെ രചയിതാവ് ആരെന്ന് കണ്ടെത്തുക. ഭയത്തിൽ നിന്നുള്ള മോചനം, സ്വാതന്ത്ര്യത്തിലേക്കുള്ള ദീർഘയാത്ര, സ്വാതന്ത്ര്യത്തിന്റെ 2 മാനങ്ങൾ, സ്വാതന്ത്ര്യത്തിലേക്ക്. നെൽസൺ മണ്ടേല, ആങ് സാൻ സൂക്കി, JS മിൽ, ഇസയ ബെർലിൻ. ഉത്തരം ഓപ്ഷൻ എ ആണ്. 27 നാരി ശക്തൻ വന്ദൻ അധിനിയം ബില്ല് ലോക്സഭ പാസാക്കിയത് എന്ന്? ഉത്തരം ഓപ്ഷൻ സി ആണ്. 2023 സെപ്റ്റംബർ 20. നാരി ശക്തൻ വന്ദൻ അധിനിയം വെരി വെരി ഇമ്പോർട്ടന്റ് ടോപ്പിക്. ഒരുപാട് പരീക്ഷകൾ 24ലും 23ലും നടത്തിയ പല പരീക്ഷകളും ചോദിച്ചിട്ടുണ്ടായിരുന്നു. ഒരു എക്സാമിന് ഇതിന്റെ ഫുൾ നെയിം എന്താന്ന് ചോദിച്ചു. അതായത് നാരി ശക്തൻ വന്ദൻ അധിനിയമാണ്. ഒരു ഓപ്ഷനകത്ത് അവർ വന്ദൻ എടുത്തു കളഞ്ഞു. വന്ദൻ കൂടി ഉണ്ട്, പേര് വരെ ചോദിച്ചിട്ടുണ്ട്. ഓക്കെ. 28 കേരളത്തിലെ നാടൻ കളികളുടെ പ്രചാരണത്തിന് കായിക വകുപ്പ് ആരംഭിച്ച പദ്ധതി? ഉത്തരം ഓപ്ഷൻ ഡി ആണ്. കളിത്തട്ട്. ഉത്തരം ഓപ്ഷൻ ഡി കളിത്തട്ട്. കറുത്ത പട്ടേരി എന്ന് അറിയപ്പെടുന്ന സാമൂഹ്യ പരിഷ്കർത്താവ്? ഉത്തരം ഓപ്ഷൻ ഡി ഓപ്ഷൻ എ VT ഭട്ടതിരിപ്പാട്. 30 എൻഡോസൾഫാൻ ദുരിതബാധിതർക്ക് വേണ്ടി കേരള സാമൂഹ്യ സുരക്ഷാ മിഷൻ നടത്തുന്ന പ്രതിഭാസ ധനസഹായ പദ്ധതി? ഉത്തരം ഓപ്ഷൻ ഡി ആണ്. സ്നേഹ സ്വാന്തവനം. ഇത് ഇമ്പോർട്ടന്റ് ആട്ടോ. കേരള സാമൂഹ്യ സുരക്ഷാ മിഷൻ വളരെ ഇമ്പോർട്ടന്റ് ആണ്. കേരള സാമൂഹ്യ നീതി വകുപ്പ്, കേരള തദ്ദേശ സ്വയംഭരണ വകുപ്പ് ഇവര് ഇറക്കുന്ന പ്രോഗ്രാംസ്, ഇവരുടെ സ്കീംസ്, ഇവരെന്തെങ്കിലും ആപ്ലിക്കേഷൻസ് ഇറക്കുവാണെങ്കിൽ ഇതൊക്കെ പഠിച്ചിരിക്കണം. കറണ്ട് അഫേഴ്സ് ആയിട്ടും കേരളവും ഭരണ സംവിധാനവുമായിട്ട് ക്വസ്റ്റ്യൻസ് വരുന്നതാണ്. 31 ചേരുംപടി ചേർക്കുക. ഉത്തരം ഓപ്ഷൻ ഡി ആണ്. ഇത് നമുക്ക് പണ്ട് തൊട്ടേ അറിയാവുന്നതാണ്. സാമൂഹ്യ പരിഷ്കർത്താക്കളും അതിന്റെ സ്ഥാപകരും, അവരുടെ പ്രസ്ഥാനത്തിന്റെ സ്ഥാപകരും. സമത്വ സമാജം, ആത്മവിദ്യാ സംഘം, അരയ സമാജം, പ്രത്യക്ഷ രക്ഷാ ദൈവസഭ, വാഗ്ബടാനന്ദൻ, വൈകുണ്ഠ സ്വാമികൾ, കുമാര ഗുരുദേവൻ, പണ്ഡിറ്റ് KP കറുപ്പൻ, ഇവരെല്ലാം ഇമ്പോർട്ടന്റ് ആണ്. ഇവരുടെ പ്രസ്ഥാനങ്ങൾ നമ്മൾ പഠിച്ചിരിക്കണം. 32 ജീവകം B12, ജീവകം B9 എന്നിവയുടെ അഭാവം മൂലം മനുഷ്യ ശരീരത്തിൽ എണ്ണത്തിൽ കുറവും എന്നാൽ വളരെ വലിപ്പം കൂടിയതുമായ ചുവന്ന രക്താണുക്കൾ രൂപപ്പെടുന്ന വിളർച്ചയുടെ ഒരു അവസ്ഥ ഉണ്ടാകുന്നു. ഈ രോഗാവസ്ഥയുടെ നാമം എന്ത്? ഉത്തരം ഓപ്ഷൻ സി ആണ്. മെഗലോബ്ലാസ്റ്റിക് അനീമിയ. അനീമിയാണ്. 33 മലേറിയ രോഗകാരിയായ പ്ലാസ്മോഡിയം മനുഷ്യ ശരീരത്തിൽ പ്രവേശിച്ച ശേഷം
ആദ്യം ഡാഷ് കോശങ്ങളിൽ എത്തി പ്രത്യുൽപാദനം നടത്തുകയും പിന്നീട് ചുവന്ന രക്താണുക്കളെ നശിപ്പിക്കുകയും ചെയ്യുന്നു. ഉത്തരം ഓപ്ഷൻ ഡി ആണ് കരൾ. താഴെ തന്നിരിക്കുന്നതിൽ ഹരിത ഭവന പ്രവാഹത്തിന് കാരണമായ വാതകങ്ങളുടെ ശരിയായ ഓപ്ഷൻ ഏത്? ഉത്തരം ഓപ്ഷൻ ബി ആണ് കാർബൺ ഡയോക്സൈഡ്, മീഥേൻ, ക്ലോറോ ഫ്ലൂറോ കാർബൺ, N2O. ഈ ഹരിതഗൃഹ വാതകങ്ങൾ ഇമ്പോർട്ടന്റ് ആട്ടോ. 35 IMA നടപ്പിലാക്കിയ ഹെൽപ്പിംഗ് ഹാൻഡ്സ് എന്ന പദ്ധതിയുടെ ലക്ഷ്യമെന്ത്? ഉത്തരം ഓപ്ഷൻ ബി ആണ് ഡോക്ടർമാർക്കും മെഡിക്കൽ വിദ്യാർത്ഥികൾക്കും ആത്മഹത്യാ പ്രതിരോധം നൽകുക. 36 2024 പ്ലാനറ്റ് എർത്ത് പുരസ്കാര ജേതാവായ പ്രമുഖ പരിസ്ഥിതി ശാസ്ത്രജ്ഞനായ ഇന്ത്യക്കാരൻ? ഉത്തരം ഓപ്ഷൻ എ ആണ് ഡോക്ടർ എസ് ഫേസി. 37 പ്രകാശവർഷം എന്നത് എന്തിന്റെ യൂണിറ്റ്? ഉത്തരം ഓപ്ഷൻ ഡി ദൂരം. 38 1000 ജൂൾ പ്രവൃത്തി 2 സെക്കൻഡിൽ ചെയ്താൽ അവിടെ ഉപയോഗിക്കപ്പെട്ട പവർ എത്ര? ഉത്തരം ഓപ്ഷൻ ഡി ആണ് 500 വാട്ട്. 39 ജിയുടെ വില ധ്രുവങ്ങളിലേക്കാൾ ഭൂമധ്യരേഖയിൽ കുറവാണ്. ഇതിന്റെ കാരണം എന്ത്? ഉത്തരം ഓപ്ഷൻ എ ആണ് ഭൂമിയുടെ ആകൃതി. ഈ ഗുരുത്വ ഈ ജി ഉണ്ടല്ലോ, ഇതുമായിട്ട് ബന്ധപ്പെട്ടുള്ള ഫാക്ട്സ് ഉറപ്പായിട്ടും പഠിക്കണം കേട്ടോ. 40 ISRO വിക്ഷേപിച്ച ഇൻസാറ്റ് 3D ഏത് തരത്തിലുള്ള ഉപഗ്രഹമാണ്? ഉത്തരം ഓപ്ഷൻ ബി ആണ് കാലാവസ്ഥ ഉപഗ്രഹം. ISRO എല്ലാ മിഷൻസും ഉറപ്പായിട്ടും പഠിച്ചിരിക്കണം. 41 അറ്റോമിക നമ്പർ 31 മൂലകം ആവർത്തന പട്ടികയിൽ ഏതു പീരീഡിലും ഗ്രൂപ്പിലുമാണ് ഉൾപ്പെടുന്നത്? ഉത്തരം ഓപ്ഷൻ സി ആണ് പീരീഡ് 4 ഗ്രൂപ്പ് 13. ആവർത്തന പട്ടിക, പീരിയോഡിക് ടേബിൾ, ആറ്റോമിക് നമ്പർ, മാസ് നമ്പർ ഇതെല്ലാം ഇമ്പോർട്ടന്റ് ആണ്. കാർബൺ ഡയോക്സൈഡ് വാതകത്തിന്റെ ക്രിട്ടിക്കൽ താപനില 30.98 ഡിഗ്രി സെൽഷ്യസ് ആണ്. താഴെ പറഞ്ഞതിൽ ശരിയായ പ്രസ്താവന ഏതാണ്? ഉത്തരം ഓപ്ഷൻ ബി ആണ് കാർബൺ ഡയോക്സൈഡ് വാതകത്തെ മർദ്ദം കൂട്ടിക്കൊടുത്ത് ദ്രാവകമാക്കി മാറ്റാൻ സാധിക്കുന്ന ഏറ്റവും ഉയർന്ന ഊഷ്മാവ് 30.98 ഡിഗ്രി സെൽഷ്യസ് ആണ്. പൊട്ടാസ്യം, മഗ്നീഷ്യം, അലൂമിനിയം, സിലിക്കൺ എന്നീ മൂലകങ്ങളുടെ ലോഹ സ്വഭാവത്തിന്റെ ശരിയായ ക്രമം ഏതാണ്? ഈ ലോഹ സ്വഭാവം ഉണ്ടല്ലോ, അത് ഉറപ്പായിട്ടും പഠിക്കണം കേട്ടോ. കാരണം പല എക്സാംസിനും കണ്ടിട്ടുണ്ട് ലോഹ സ്വഭാവം. എ ആണ് ഉത്തരം. ഇലക്ട്രിക് വാഹനങ്ങളുടെ ബാറ്ററി പ്രവർത്തനത്തിൽ പ്രധാന പങ്ക് വഹിക്കുന്ന ലോഹം ഏതാണ്? ഉത്തരം ഓപ്ഷൻ ഡി ആണ് ലിഥിയം. 45 കൂടുതൽ വേഗത്തിൽ, ഉയരത്തിൽ, കരുത്തോടെ ഒന്നിച്ച് എന്ന മുദ്രാവാക്യം ഏത് കായിക മേളയുടേതാണ്? ഉത്തരം ഓപ്ഷൻ സി ആണ് ഒളിമ്പിക്സ്. 46 2024 ഓസ്കാർ അവാർഡ് നേടിയ മികച്ച ചിത്രം ഏത്? ഉത്തരം ഓപ്ഷൻ ബി ആണ് ഓപ്പൺ ഹെയ്മർ. ഈ ഓപ്പൺ ഹെയ്മറുമായിട്ട് നമുക്ക് ക്വസ്റ്റ്യൻസ് പ്രതീക്ഷിക്കാം കേട്ടോ. കാരണം ഒരുപാട് ഫാക്ട്സ് ഉണ്ട് അതുമായിട്ട് പഠിക്കാൻ. ഓസ്കാർ ഷുവർ ആയിട്ടും പഠിച്ചിരിക്കണം. ഇപ്പൊ 2024 തന്നെയാണ് ചോദിച്ചത് ഈ വർഷം, പക്ഷെ ഒരു 23-ലും 22-ലും പഠിച്ചിട്ട് പോകുന്നതായിരിക്കും നല്ലത്. അടുത്തത് ശ്രീനാരായണ ഗുരുദേവന്റെ കുറച്ച് വരികളാണ്. ഇത് അദ്ദേഹത്തിന്റെ ഏത് കൃതിയിൽ നിന്നാണ് ചോദിച്ചിരിക്കുന്നത്? ഉത്തരം ഓപ്ഷൻ ബി ആണ് ആത്മ ഉപദേശക ശതകം. 48 CN ശ്രീകണ്ഠൻ നായരുടെ രാമായണ നാടകങ്ങൾ ഏതെല്ലാം? ഉത്തരം ഓപ്ഷൻ സി ആണ് 1ഉം 4ഉം. സാകേതം, ലങ്കാലക്ഷ്മി. 49 കണ്യാർകളി എന്ന കലാരൂപത്തിന് യോജിക്കുന്ന പ്രസ്താവന ഏതെല്ലാം? ഉത്തരം ഓപ്ഷൻ സി ആണ് 1, 2, 3. ഉത്തരം ഓപ്ഷൻ സി 1, 2, 3 ഇതെല്ലാം വരും. 50 ഇന്ത്യൻ ഭാഷകളിലെ മികച്ച സാഹിത്യ സൃഷ്ടിക്ക് നൽകി വരുന്ന സരസ്വതി സമ്മാൻ പുരസ്കാരം ലഭിച്ചവർ ആരെല്ലാമാണ്? ഉത്തരം ഓപ്ഷൻ ബി ആണ് 2ഉം 3ഉം. ശരൺ കുമാർ ലിംബാളെ, പ്രഭാവർമ്മ. ഓക്കെ, ഇന്ത്യൻ ഭാഷകളിലെ മികച്ച സാഹിത്യ സൃഷ്ടിക്ക് നൽകി വരുന്ന സരസ്വതി സമ്മാനം പുരസ്കാരം ലഭിച്ചവർ ആരെല്ലാം? ഇത് പ്രൊഫഷണൽ ആൻസർ കീ ആട്ടോ. മറ്റേ ആൻസർ കീ വരുമ്പോൾ എന്തെങ്കിലും ചേഞ്ചസ് കാണും, അപ്പൊ ഞാനത് കമന്റ് ചെയ്തേക്കാം. അടുത്ത മാത്സ് ആണ്. 51 ഒരു സമാന്തര ശ്രേണിയിലെ 7ാം പദം 0, 27ാം പദം 60 എങ്കിൽ 17ാം പദം എത്ര? ഉത്തരം ഓപ്ഷൻ സി ആണ് 30. 52 9ന്റെ 26% പ്ലസ് 15ന്റെ 42% ഈസ് ഈക്വൽ ടു 27. 27ന്റെ 7 27ന്റെ x ശതമാനമെങ്കിൽ എക്സിന്റെ വില കാണുക. ഉത്തരം ഓപ്ഷൻ എ ആണ് 32. 1 ക്യൂബ് പ്ലസ് 2 ക്യൂബ് പ്ലസ് 3 ക്യൂബ് പ്ലസ് എക്സെട്ര 20 ക്യൂബ് സം കാണാനാണ് തുക. ഉത്തരം ഓപ്ഷൻ ഡി ആണ് 44,100. ഒരു ചതുരക്കട്ടയുടെ നീളവും വീതിയും ഉയരവും യഥാക്രമം 3:5:8 എന്ന അംശബന്ധത്തിലാണ്. അതിന്റെ ഉപരിതല വിസ്തീർണം 1422 സെന്റിമീറ്റർ സ്ക്വയർ ആയ ചതുരക്കട്ടയുടെ ഉയരം എത്രയായിരിക്കും? ഉത്തരം ഓപ്ഷൻ ബി ആണ് 24. ഒരാൾ 18,000 രൂപ സാധാരണ പലിശ നിരക്കിൽ ബാങ്കിൽ നിക്ഷേപിക്കുന്നു. 5 വർഷത്തിന് ശേഷം 6,300 രൂപ പലിശ കിട്ടിയാൽ പലിശ നിരക്ക് എത്രയായിരിക്കും? ഉത്തരം ഓപ്ഷൻ ഡി ആണ് 7%.
56. ഒരു യാത്രയിൽ കാർ ആദ്യത്തെ 3 മണിക്കൂർ സമയം 40 km/മണിക്കൂർ വേഗതയിലും ശേഷിക്കുന്ന 5 മണിക്കൂർ സമയം 48 km/മണിക്കൂർ വേഗതയിലും സഞ്ചരിച്ചാൽ കാറിന്റെ ശരാശരി വേഗത എത്ര? ഉത്തരം ഓപ്ഷൻ ബി ആണ് 45 km/h. 45 km/h. 57. റാണി ഒരിടത്തു നിന്നും തെക്കോട്ട് 20 മീറ്റർ സഞ്ചരിച്ചതിനു ശേഷം വടക്കോട്ട് 30 മീറ്റർ സഞ്ചരിക്കുന്നു. പിന്നീട് കിഴക്ക് ദിശയിലേക്ക് തിരിഞ്ഞ് 10 മീറ്റർ സഞ്ചരിക്കുന്നു. വീണ്ടും വടക്കോട്ട് തിരിഞ്ഞ് 30 മീറ്റർ സഞ്ചരിച്ചിട്ട് കിഴക്കോട്ട് 20 മീറ്റർ സഞ്ചരിക്കുന്നു. എന്നാൽ യാത്ര തിരിച്ചെടുത്തു നിന്ന് എത്ര അകലത്തിലാണ് റാണി ഇപ്പോൾ നിൽക്കുന്നത്? ഉത്തരം ഓപ്ഷൻ എ ആണ് 50 മീറ്റർ. 58. ഒരു ക്ലോക്കിൽ 10:10 AM സമയം കാണിക്കുമ്പോൾ ആ ക്ലോക്കിലെ മണിക്കൂർ സൂചിക്കും മിനിറ്റ് സൂചിക്കും ഇടയിലുള്ള കോൺ എത്ര? ഉത്തരം ഓപ്ഷൻ സി ആണ് 115 ഡിഗ്രി. 59. റൂട്ട് ഓഫ് ഇതിന്റെ വാല്യൂ കാണാനാണ്. ഉത്തരം ഓപ്ഷൻ സി ആണ് 100. 60. 4 പുരുഷന്മാരും 8 സ്ത്രീകളും ചേർന്ന് 10 ദിവസം കൊണ്ട് ഒരു ജോലി പൂർത്തിയാക്കുന്നു. അതേ ജോലി പൂർത്തിയാക്കാൻ 3 പുരുഷന്മാർക്കും 7 സ്ത്രീകൾക്കും കൂടി 12 ദിവസം വേണ്ടിവരും. എങ്കിൽ 8 പുരുഷന്മാർ എത്ര ദിവസം കൊണ്ട് ആ ജോലി പൂർത്തിയാക്കും? ഉത്തരം ഓപ്ഷൻ ബി ആണ് 15. അടുത്തത് ഇംഗ്ലീഷ് ആണ്. 61. They did not come dash the meeting was half over. ഉത്തരം ഓപ്ഷൻ ബി ആണ് until. 62. He still dash in touch with the most of his old schoolmates. ഉത്തരം ഓപ്ഷൻ എ ആണ് keeps. 63. We dash of coffee so we adjusted with the tea. ഉത്തരം ഓപ്ഷൻ സി ആണ് run out. 64. Dash you mind waiting here till I return. ഉത്തരം ഓപ്ഷൻ ഡി ആണ് would. 65. He is dash European tourist. ഉത്തരം ഓപ്ഷൻ ഡി ആണ് എ. 66. Yesterday Sharon dash to the station to meet Anu. ഉത്തരം ഓപ്ഷൻ എ ആണ് went. 67. My birthday is dash October 28th. ഉത്തരം ഓപ്ഷൻ സി ആണ് on. 68. The meaning of the word garrulous. ഉത്തരം ഓപ്ഷൻ സി ആണ് talkative. 69. Neither of us dash sweets. ഉത്തരം ഓപ്ഷൻ സി ആണ് likes. 70. Claude is the younger one of. ഉത്തരം ഓപ്ഷൻ ബി ആണ് horse. അടുത്തത് മലയാളമാണ്. 71. വിപരീത പദം എഴുതുക. വിയോഗം. ഉത്തരം ഓപ്ഷൻ എ ആണ് സംയോഗം. 72. ചുവടെ തന്നിരിക്കുന്നതിൽ വിഹകം എന്നർത്ഥം വരുന്ന പദം ഏത്? ഉത്തരം ഓപ്ഷൻ ഡി ആണ് പക്ഷി. 73. ചേർത്ത് എഴുതുക. ദും പ്ലസ് ജനം. ഉത്തരം ഓപ്ഷൻ സി ആണ് ദുർജനം. 74. ശരിയായ ജോഡി ഏത്? ഉത്തരം ഓപ്ഷൻ ബി ആണ് മഞ്ഞ്, നീഹാരം, തുഷാരം. 75. എതിർലിംഗം എഴുതുക. ഭൃത്യ. ഉത്തരം ഓപ്ഷൻ സി ആണ് ഭൃത്യൻ. 76. ദ്വിഗിജയം എന്ന പദത്തിനോട് യോജിക്കുന്നത് എഴുതുക. ഉത്തരം ഓപ്ഷൻ ഡി ആണ് ദിക്കുകളെ ജയിക്കൽ. 77. പിഴിച്ചെഴുതുക അവൻ. ഉത്തരം ഓപ്ഷൻ സി ആണ് ആ പ്ലസ് അൻ. 78. ശരിയായ പദം എഴുതുക. ഉത്തരം ഓപ്ഷൻ എ ആണ് ആഖ്യാനം. 79. കാലദേശങ്ങൾക്കനുസരിച്ച് ജീവിക്കണമെന്ന സൂചന നൽകുന്ന പഴഞ്ചൊല്ല് ഏത്? ഉത്തരം ഓപ്ഷൻ ഡി നാടോടുമ്പോൾ നടുവേ ഓടണം. 80. എവരി പോട്ടർ പ്രൈസസ് ഹിസ് ഓൺ പോട്ട്. ശരിയായ ഭാഷ ഏത്? ഉത്തരം ഓപ്ഷൻ ബി ആണ് കാക്കയ്ക്കും തൻ കുഞ്ഞ് പൊൻകുഞ്ഞ്. ഓക്കെ, അടുത്ത ക്വസ്റ്റ്യൻ. ഇന്ത്യയുടെ രത്നം എന്ന് പ്രധാനമന്ത്രി ജവഹർലാൽ നെഹ്റു വിശേഷിപ്പിച്ച ഇന്ത്യൻ സംസ്ഥാനം? ഉത്തരം ഓപ്ഷൻ ഡി ആണ് മണിപ്പൂർ. ജയ് ജവാൻ ജയ് കിസാൻ ആരുടെ മുദ്രാവാക്യമായിരുന്നു? ഉത്തരം ഓപ്ഷൻ സി ആണ് ലാൽ ബഹദൂർ ശാസ്ത്രി. 33. NB കൃഷ്ണവാര്യരുടെ അഭിപ്രായത്തിൽ അസീറിയയിലെ നിനവയുടെ ഇന്ത്യൻ സാഹിത്യനാമം എന്താണ്? ഉത്തരം ഓപ്ഷൻ ബി ശോണിതപുരം. 34. 1995 ജ്ഞാനപീഠം പുരസ്കാരം നേടിയത്? ഉത്തരം ഓപ്ഷൻ ബി ആണ് MT വാസുദേവൻ നായർ. 35. ജ്ഞാനപ്പാനയുടെ രചയിതാവ് ആരാണ്? ഉത്തരം ഓപ്ഷൻ ഡി പൂതാനം നമ്പൂതിരി. 36. പരമ്പരാഗത നാടോടി നൃത്തമായി ഘൂമർ അറിയപ്പെടുന്ന സംസ്ഥാനം? ഉത്തരം ഓപ്ഷൻ ബി രാജസ്ഥാൻ. 37. ചിൽഡ്രൻസ് ഫിലിം സൊസൈറ്റി ഓഫ് ഇന്ത്യ എപ്പോഴാണ് സ്ഥാപിതമായത്? ഉത്തരം ഓപ്ഷൻ ഡി ആണ് 1955 മെയ് 11.
38 ക്ഷേത്ര പ്രവേശന വിളംബരം പുറപ്പെടുവിച്ച രാജാവ്. ഉത്തരം ഓപ്ഷൻ എ ചിത്തിര തിരുനാൾ ബാലരാമവർമ്മ. 39 2026 ശൈത്യകാല ഒളിമ്പിക്സ് എവിടെയാണ് നടക്കുന്നത്? ഉത്തരം ഓപ്ഷൻ സി ആണ് മിലാനും കോർട്ടിന ഡി ആംബേസോയും. ശൈത്യകാല ഒളിമ്പിക്സ് ഒരുപാട് വർഷമായിട്ട് റിപ്പീറ്റ് ചെയ്യുന്നുണ്ട്, ഉറപ്പായിട്ടും പഠിച്ചിരിക്കണം. 40 ഏത് സാഹിത്യകൃതിയിൽ താഴെ പറയുന്ന വരികൾ അടങ്ങിയിരിക്കുന്നു? ഈ വരികൾ ഏത് സാഹിത്യകൃതിയിലാണെന്നാണ് ചോദിച്ചിരിക്കുന്നത്. ഉത്തരം ഓപ്ഷൻ സി ആണ് ഗീതാഞ്ജലി. 41 താഴെ പറയുന്നതിൽ ഏതാണ് ഇൻപുട്ട് ഉപകരണം? ഉത്തരം ഓപ്ഷൻ ഡി ആണ് സ്കാനർ. 42 ഡാഷ് ഒരു ആപ്ലിക്കേഷൻ സോഫ്റ്റ്വെയർ ആണ്. ഉത്തരം ഓപ്ഷൻ എ ആണ് വേർഡ് പ്രൊസസർ. 43 ഒരു വലിയ ഭൂമിശാസ്ത്രപരമായ പ്രദേശത്ത് വ്യാപിച്ചു കിടന്ന ശൃംഖലയെ ഡാഷ് എന്ന് വിളിക്കുന്നു. ഉത്തരം ഓപ്ഷൻ സി ആണ് വാൻ. 44 ഒരു വെബ് പേജ് കാണാൻ ഉപയോഗിക്കുന്ന ആപ്ലിക്കേഷൻ സോഫ്റ്റ്വെയർ. ഉത്തരം ഓപ്ഷൻ ബി ആണ് ബ്രൗസർ. IT ആക്ട് നിലവിൽ വന്ന വർഷം. ഉത്തരം ഓപ്ഷൻ ഡി 2000. സൂര്യന്റെ ഉപരിതലത്തിൽ നിന്ന് ഭൂമിയിലേക്ക് സഞ്ചരിക്കാൻ സൂര്യപ്രകാശം എടുക്കുന്ന സമയം. ഉത്തരം ഓപ്ഷൻ ബി ആണ് 8.3 മിനിറ്റ്. ലാർജ് ഹാഡ്രോൺ കൊളൈഡറിന്റെ പ്രാഥമിക ലക്ഷ്യം എന്താണ്? ഉത്തരം ഓപ്ഷൻ സി ആണ് കണികാ ഭൗതിക ഗവേഷണം. സൂര്യനിലും മറ്റ് നക്ഷത്രങ്ങളിലും ഊർജ ഉത്പാദനം ഡാഷ് വഴിയാണ്. ഉത്തരം ഓപ്ഷൻ ഡി ആണ് അണുസംയോജനം. ജീവജാലങ്ങൾക്ക് ഭക്ഷണത്തിൽ നിന്ന് ഊർജം ലഭിക്കുന്ന പ്രക്രിയ എന്താണ്? ഉത്തരം ഓപ്ഷൻ ബി ആണ് കോശശ്വസനം. 50 COP28 UN കാലാവസ്ഥാ വ്യതിയാന സമ്മേളനം ഏത് നഗരത്തിലാണ് നടന്നത്? ഉത്തരം ഓപ്ഷൻ ഡി ദുബായ്. ഈ കോപ്പ് ഉണ്ടല്ലോ, COP കോൺഫറൻസ് ഓഫ് പാർട്ടീസ്, ഞാൻ ഡീറ്റെയിൽഡ് വീഡിയോ ചെയ്തിട്ടുണ്ട്. 28, 27, 26, 25 ആദ്യമായിട്ട് നടന്നത് എന്താണെന്നും യുണൈറ്റഡ് നേഷൻസിന്റെ ഏത് ഓർഗനൈസേഷൻ ആണ് ഇത് പുറത്തുവിടുന്നതെന്നും അവരുടെ ഹെഡ് ക്വാർട്ടേഴ്സ് എവിടെയാണെന്നും എന്നാണ് നിലവിൽ വന്നതൊക്കെ ഡീറ്റെയിൽഡ് വീഡിയോ ഞാൻ ചെയ്തിട്ടുണ്ട്. COP ഒരു കാരണവശാലും വിടരുത്. ചിലപ്പോൾ ഇത് റിപ്പീറ്റ് ചെയ്യുന്നുണ്ട്. ഇപ്പൊ തന്നെ കുറെ ക്വസ്റ്റ്യൻ പേപ്പേഴ്സിൽ 28 നടന്നാണ്. ഇനി അടുത്തത് 33 നടക്കാൻ പോകുന്നത് ഇന്ത്യയിലാണ്. വളരെ ഡീറ്റെയിൽഡ് ആയിട്ട് ഞാൻ ചെയ്തിട്ടുണ്ട്. ഉറപ്പായിട്ടും അത് പഠിച്ചിരിക്കണം. ഒരുപാട് ക്വസ്റ്റ്യൻ പേപ്പേഴ്സിൽ ചോദിക്കുന്നുണ്ട്. ഓക്കെ, അപ്പൊ 100 മാർക്കിന്റെ ഫുൾ മാർക്ക് ചെയ്തിട്ട് നിങ്ങൾക്ക് കിട്ടിയ മാർക്ക് എത്രയാണെന്ന് താഴെ കമന്റ് ചെയ്യുക. അപ്പൊ ക്ലാസ് ഇഷ്ടപ്പെട്ടാൽ ഒന്ന് ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക. താങ്ക് യു.